Good morning everyone. നമ്മുടെ ഇംഗ്ലീഷ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാണ് എന്ന്. അപ്പോൾ ഫസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള രീതിയിൽ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. ഞാൻ നിങ്ങളുടെ ഇംഗ്ലീഷ് ടീച്ചറാണ്. എൻ്റെ പേര് സജന എന്നാണ്. നമുക്ക് ഫസ്റ്റ് നിങ്ങളുടെ കയ്യിൽ ഗൈഡ് ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഒന്നുകിൽ ഇത്തരത്തിലുള്ള ഒരു ഗൈഡോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ടൈപ്പിലുള്ളൊരു ഗൈഡോ നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കും. അപ്പം നിങ്ങൾ എന്താ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൈഡ് ഫോളോ ചെയ്യുക. ടെക്സ്റ്റ് ഓൾറെഡി നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കും. അതല്ല, ഗൈഡ് നിങ്ങൾക്ക് തരും. ആ ഗൈഡാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, ഫോളോ ചെയ്യേണ്ടത്. പറയുന്ന ചാപ്റ്റേഴ്സ് മാത്രം പഠിക്കുക. ഓക്കെ, ഏതാണോ പറയുന്ന ചാപ്റ്റേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. ഒരുപാട് ചാപ്റ്റേഴ്സ് നമുക്കിവിടെ അൺവാണ്ടഡ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് ഉണ്ട്, ആവശ്യമില്ലാത്ത ചാപ്റ്റേഴ്സ് കുറച്ചുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം പറയും. അപ്പോൾ തുടക്കത്തിലെ ഞാൻ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷനെ തരുന്നുള്ളൂ പാഠത്തിനെ കുറിച്ചുള്ളത്. ബാക്കി ഏതാ ഒഴിവാക്കേണ്ടത് എന്നുള്ളതൊക്കെ ഞാൻ പോകെ പറഞ്ഞുതരാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഫസ്റ്റ് ക്ലാസ്സിൽ ഇല്ലാത്ത കുട്ടികളൊക്കെ ഇനിങ്ങനെ ജോയിൻ ചെയ്ത് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ പിന്നെയും ഓരോ ക്ലാസ്സിലും അത് റിപ്പീറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. എന്നാലും ഒന്നും കൂടെ പറഞ്ഞുതരാം. നമുക്ക് 31 ചാപ്റ്റേഴ്സ് ആണുള്ളത്. ഈ 31 ചാപ്റ്റേഴ്സും നമുക്ക് ഫുള്ള് പഠിക്കേണ്ടുന്ന ചാപ്റ്റേഴ്സ് അല്ല. അതിൽ നമുക്ക് ഫസ്റ്റ് സെക്ഷനിൽ തന്നെ ചാപ്റ്ററിന് പേരുകളുള്ള ചാപ്റ്റേഴ്സ് ഉണ്ടായിരിക്കും. ഫോർ എക്സാമ്പിൾ, നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിന്റെ പേര് മൈ ഫസ്റ്റ് സ്റ്റെപ്സ്, അതാണ്. രണ്ടാമത്തത് ലീജർ എന്ന് പറയുന്ന ഒരു പാഠാണ്. മൂന്നാമത്തത് റീഡിങ് വിത്ത് അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയുന്ന ഒരു പാഠാണ്. അപ്പോൾ അത്തരം ഹെഡിങ് ഉള്ള റീഡിങ് വിത്ത് അണ്ടർസ്റ്റാൻഡിങ് എന്ന ഹെഡിങ് ഉള്ള ഒരുപാട് പാഠങ്ങൾ നമുക്കിതിനകത്തുണ്ട്. അതിൽ നിന്ന് വളരെ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് വളരെ കുറവാണ്. അപ്പൊ നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്ന കാര്യം ഹെഡിങ്ങുകളുള്ള ഈ പറയപ്പെടുന്ന മൈ ഫസ്റ്റ് സ്റ്റെപ്പ്, ലീജർ, ഫാദർ, ഡിയർ ഫാദർ, ഫിയർ ഓഫ് ദ ഫ്യൂച്ചർ, മൈ ഗ്രാൻഡ് മദേഴ്സ് ഹൗസ്, ദെൻ എ കേസ് ഓഫ് സസ്പീഷൻ, my son will not be a beggar bee, or the mind is without fear, if I were you, the tiger in the tunnel, the road not taken, I must know the truth, India her past and future, നൈറ്റ് ഓഫ് ദ സ്കോർപ്പിയൻ, ഭോലി. അത്തരം 25 ചാപ്റ്ററിൽ നമ്മൾ പഠിക്കേണ്ടുന്ന ചാപ്റ്റേഴ്സിന്റെ പേരുകളാണ് ഇപ്പോൾ പറഞ്ഞത്. അതിൻ്റെ ഇടയിലൊക്കെ റീഡിങ് വിത്ത് അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറഞ്ഞിട്ട് ഇടയ്ക്കിടയ്ക്ക് ഓരോ ചാപ്റ്റേഴ്സ് വന്ന് പോകുന്നുണ്ട്. അത് നമ്മൾ ഇപ്പോൾ എടുക്കില്ല. അത് ആവശ്യമുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ മാത്രമേ നമ്മൾ ലാസ്റ്റിൽ എടുക്കുള്ളൂ. ഇത്രയും ചാപ്റ്റേഴ്സ്. അപ്പോൾ ഈ 1 തൊട്ടിട്ട് 25 വരെയുള്ള ചാപ്റ്റേഴ്സിൽ ഇപ്പം ഞാൻ പറഞ്ഞു തന്നിട്ടുള്ള ഇത്രയും ചാപ്റ്റേഴ്സ് നമ്മൾ പഠിക്കേണ്ടതാണ്. അതെങ്ങനെയാണ് പഠിക്കേണ്ടത് ഏതാണെന്നുള്ളത് നമ്മുടെ ബുക്കിൽ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്, തന്നിട്ടുണ്ട്, നമ്മുടെ ഈ ബുക്കിലുണ്ട്. അത് പ്രകാരം നമ്മൾ ക്ലാസ് എടുത്ത് പോകും. അപ്പോൾ ആ ഒരു ഫസ്റ്റ് സെക്ഷൻ നമുക്ക് 85 മാർക്സിനാണ് ക്വസ്റ്റ്യൻസ് വരാറുള്ളത്. ഇനി നോക്കിയേ, അതിനുശേഷം ചാപ്റ്റർ 26 to 31 എന്ന് പറയുന്ന കുറച്ച് ഭാഗങ്ങൾ അത് ഓപ്ഷണലാണ്. ആദ്യത്തേത് എ കോഡ് എന്ന് പറഞ്ഞിട്ട്, എ സെക്ഷൻ എന്ന് പറഞ്ഞിട്ട് നമുക്ക് 85 മാർക്സിനുള്ളതാണ്. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് 26, 27, 28, 29, 30. അതായത് റിസപ്ഷനിസ്റ്റിന്റെ ഒരു ഭാഗം എന്ന് പറഞ്ഞിട്ട് ഒരു ഭാഗം നമുക്ക് പഠിക്കാനുണ്ട്. ഒന്നുകിൽ അത് നമുക്ക് പഠിക്കാം, ഓർ ESP ഓഫീസ് യൂസ് എന്ന് പറഞ്ഞിട്ട് വേറൊരു ഭാഗം അതിന്റെ താഴെ ഉണ്ട്. 26 to 31 ഫേസ് ടു ഫേസ് കമ്മ്യൂണിക്കേഷൻ, ബിസിനസ്, റൈറ്റിംഗ് മെമോസ് ആൻഡ് ലെറ്റേഴ്സ്, റൈറ്റിംഗ് ഇമെയിൽസ്, റൈറ്റിംഗ് റിപ്പോർട്ട്സ്, റൈറ്റിംഗ് ജോബ് ആപ്ലിക്കേഷൻ, അപ്പിയറിംഗ് ഫോർ ആൻ ഇന്റർവ്യൂ എന്ന് പറഞ്ഞിട്ടൊരു ഭാഗമുണ്ട്. ഈ ഭാഗം ഒന്നും കൂടെ ശ്രദ്ധിക്കുക. 26 തൊട്ട് 30 വരെയുള്ള ആദ്യത്തെ സെക്ഷനോ, ഓർ 26 തൊട്ട് 31 വരെയുള്ള അതിന്റെ താഴെയുള്ള വേറൊരു സെക്ഷനോ, ഇതിലെ ഏതെങ്കിലും ഒരെണ്ണം നമുക്ക് ഒഴിവാക്കാം. എങ്ങനെയാണ്? 1 to 25 ഞാൻ പറഞ്ഞു തന്ന, ഇപ്പൊ പേര് പറഞ്ഞു തന്ന കുറച്ച് ചാപ്റ്റേഴ്സ് ഉണ്ട്. അത് നമ്മൾ ഷുവർ ആയിട്ടും പഠിക്കണം. ബാക്കി 26, 27, 28 to 30 ഒരു സെക്ഷൻ, വേറെ തൊട്ട താഴെ ഒരു സെക്ഷൻ 26 to 31 ഉണ്ട്. നിങ്ങൾക്കത് ബുക്കിൽ നോക്കിയാൽ മനസ്സിലാവും. ഈ 2 ഓപ്ഷണലിൽ ഏതെങ്കിലും ഒരെണ്ണം നമ്മൾ പഠിച്ചാൽ മതിയാകും. ബാക്കി ഒരു 5 ചാപ്റ്ററോളം നമുക്ക് എന്ത് ചെയ്യാം, 5 or 6 ചാപ്റ്ററോളം നമുക്ക് ഒഴിവാക്കാം ഈ ഒരു സെക്ഷനിൽ നിന്ന്. അപ്പോൾ ആദ്യത്തെ സെക്ഷനൊന്നും ഒഴിവാക്കാനായിട്ട് കുറച്ച് ചാപ്റ്റേഴ്സ് ഉണ്ട്, രണ്ടാമത്തെ സെക്ഷനൊന്നും ഒഴിവാക്കാനായിട്ടുള്ള ചാപ്റ്റേഴ്സ് ഉണ്ട്. ഇനി നമുക്ക് പാഠത്തിൽ വരാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഇതിൽ നമ്മൾ എടുക്കുന്ന ചാപ്റ്റർ അതിൻ്റെ സമ്മറി നന്നായിട്ട് മനസ്സിലാക്കുക. സമ്മറി നല്ലപോലെ പഠിച്ചു വെക്കുക. സമ്മറി നല്ലപോലെ പഠിച്ചിട്ട് അതിൽ നിന്ന് പാരഗ്രാഫ് തരും. പാരഗ്രാഫിന് താഴെ കുറച്ച് ക്വസ്റ്റ്യൻസ് തരും.
അതിൻ്റെ ആൻസർ ചെയ്യലാണ് ഇതിൽ മെയിനായിട്ട് നമുക്ക് വരുന്ന കുറച്ച് ഭാഗങ്ങൾ. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് കുറച്ച് ഗ്രാമർ സെക്ഷനാണ്. അത് ലാസ്റ്റ് ക്ലാസ്സിലാണ് നിങ്ങൾക്ക് തരുള്ളൂ. ലാസ്റ്റ് ക്ലാസ്സിൻ്റെ സമയത്താണ് ഗ്രാമർ സെക്ഷൻ നമ്മൾ നിങ്ങൾക്കായിട്ട് തരുള്ളൂ. അതുവരെയുള്ള ക്ലാസ്സുകളിൽ നമ്മുടെ ഈ കാര്യങ്ങളെല്ലാം പാഠങ്ങളെല്ലാം എടുത്തു പോവുകയാണ്.